പഠിക്കുന്നതിനു വേണ്ടി മാത്രമുള്ള ഒരിടമാക്കി മാറ്റാതെ കുട്ടികളുടെ മാനസികവും കായികവും അടക്കം എല്ലാ തരത്തിലുള്ള വളർച്ചയും കൈവരിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിദ്യാലയങ്ങളിൽ വർണ്ണകൂടാരം ഒരുക്കുന്നതെന്നും കുട്ടികൾ കളിച്ചു വളരുന്നതിനു വേണ്ടിയുള്ള അന്തരീക്ഷം സ്കൂളുകളിൽ തന്നെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നതെന്നും സി കെ ആശ MLA അഭിപ്രായപ്പെട്ടു. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന ഇടവട്ടം ഗവൺമെന്റ് LP സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു MLA. പൊതുവിദ്യാലയങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുള്ളവർ തങ്ങളുടെ കുട്ടികളെ ഇത്തരം സ്കൂളുകളിൽ വിട്ട് ഇത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ കരുത്തുറ്റതായി മാറുന്നതെന്ന് MLA അഭിപ്രായപ്പെട്ടു. പല സ്കൂളുകളിലും ചെല്ലുമ്പോൾ കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഇടമായി സ്കൂളുകൾ മാറുന്നുണ്ടോ എന്നുള്ള വലിയൊരു സംശയമുണ്ട്. അവരുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാന ഘട്ടമാണ് അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ച, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, എല്ലാ തലത്തിലുമുള്ള വളർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കേവലം 4 ചുവരുകൾക്കുള്ളിലെ ഒരു ക്ലാസ് മുറിയിലോ വീടിനുള്ളിലോ തളച്ചിടപ്പെടേണ്ടവരല്ല കുഞ്ഞുങ്ങൾ എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അവർക്ക് കളിച്ചു വളരുന്നതിനുള്ള അന്തരീക്ഷം സ്കൂളുകൾ സൃഷ്ടിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശാസ്ത്രപരമായ കൗതുകങ്ങൾ ഉൾപ്പെടെ 13 ഇടങ്ങൾ സജ്ജീകരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VT പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PS പുഷ്പാമണി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിൻസി K ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പ്രവീൺ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ വികസന സമിതി അംഗങ്ങൾ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കളടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.